सरस्वती माता की जय. മധുര ജീവിതത്തേനിൽ മുക്കി ഒരു കനകമുദ്ര കൊണ്ടാദ്യത്തെ അക്ഷരം വരയുകി കുഞ്ഞുനാവിലാനന്ദമായി സ്വരസുധേ ദേവി അമ്മേ സരസ്വതി. ദേവീ ശരണം അമ്മേ. മഹാസരസ്വത്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശാപത്താൽ ഭൂമിയിൽ വന്ന് നദികളായി പാപികളുടെ സ്നാനം ചെയ്യുന്നത് കൊണ്ട് ആ പാപമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് ആ പാപഭാരത്തിൽ നിന്നും എപ്പോഴാണ് മോചനം കിട്ടുക, എപ്പോഴാണ് തിരിച്ച് ഭഗവാന്റെ സന്നിധിയിൽ വരാൻ കഴിയുക എന്നൊക്കെ ചോദിച്ച ലക്ഷ്മി സരസ്വതി ഗംഗമാർക്ക് ഭഗവാൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. അതിൽ ആ ഭക്തന്മാരുടെ മേന്മകളെ പറയണു. ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ ഭക്തന്മാരെ മഹാത്മാക്കള് വന്ന് സ്നാനം ചെയ്യുന്നത് കൊണ്ട്, അവരുടെ സ്പർശനം ഒന്നുകൊണ്ട് മാത്രം തന്നെ മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് ചുമക്കേണ്ടി വന്നാലും ആ പാപങ്ങളെല്ലാം മഹാത്മാക്കളുടെ സ്പർശനം കൊണ്ട് തന്നെ തീരും എന്നവിടെ പറഞ്ഞിട്ട്, അതുമാത്രമല്ല അനേകം വിധത്തിലുള്ള പല തരത്തിലുള്ള പാപികളും മഹാത്മാക്കളുടെ സംഘം കൊണ്ട്, അവരുടെ ദർശന സ്പർശന അനുഗ്രഹം കൊണ്ട് പാപവിമുക്തരായി തീരുന്നുണ്ട് എന്ന് പറയുന്നു. പിതാവിനെ, മാതാവിനെ, ഭാര്യയെ, സഹോദരനെ, പുത്രനെ, പുത്രിയെ, ഗുരുവിൻ്റെ കുലത്തെ, സഹോദരിയെ, കണ്ണു കാണാത്തവനെ, ബന്ധുവിനെ, ശ്വശ്രൂവിനെ, ശ്വശുരനെ, അമ്മായിപ്പനെ, മരുമകനെ എന്നൊക്കെ അർത്ഥം. ആരാണോ സംരക്ഷിക്കാത്തത് അവർ മഹാപാപിയാണ്. അവരും എൻ്റെ ഭക്തന്മാരെ സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്താൽ പരിശുദ്ധരാകുന്നുണ്ട്. അരയാൽ വെട്ടി നശിപ്പിക്കുന്നവൻ എൻ്റെ ഭക്തരെ നിന്ദിക്കുന്നവനും, ശൂദ്രൻ്റെ അന്നം ഭക്ഷിക്കുന്ന ബ്രാഹ്മണനും എൻ്റെ ഭക്തരെ ദർശിച്ചാൽ പരിശുദ്ധനാകും. ദേവന്റെ സ്വത്ത് അപഹരിക്കുന്നവനും ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കുന്നവനും, അരക്കും ഇരുമ്പും രസവും വിൽക്കുന്നവനും, മകളെ വിൽക്കുന്നവനും, ശൂദ്രരുടെ ശവം ദഹിപ്പിക്കുന്നവനും മഹാപാതികളാണ്. അവരെൻ്റെ ഭക്തന്മാരെ സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്താൽ പരിശുദ്ധരായി തീരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭക്തന്മാരുടെ സ്പർശനം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ പാപഭാരമെല്ലാം തീരും. അതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് അവരെ സാന്ത്വനിപ്പിച്ചു. അപ്പോഴാണ് മഹാലക്ഷ്മി ദേവി ചോദിക്കുന്നത്, ഭക്താനാം ലക്ഷണം ബ്രൂഹി ഭക്താനുഗ്രഹകാധരായേഷാം തു ദർശന സ്പർശാത് സദ്യ പൂതാ നരാധമ. ഭഗവാൻ ഇപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞുല്ലോ, എൻ്റെ ഭക്തന്മാരുടെ സ്പർശന ദർശനം കൊണ്ട് ഈ മഹാപാതകികളായാലും അധമന്മാരായിരിക്കുന്നവർക്കെല്ലാം പാപമോചനം കിട്ടും, അവർ ചെയ്ത പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നൊക്കെ അവിടെ ഭഗവാൻ പറഞ്ഞുല്ലോ. അപ്പോൾ അത് കേട്ട ലക്ഷ്മി ദേവി ചോദിക്കണു, ആരുടെ ദർശന സ്പർശനങ്ങൾ കൊണ്ട് മനുഷ്യ അധമന്മാരെ പരിശുദ്ധരായിത്തീരുന്നുവോ ആ ഭക്തരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്ന് ചോദിക്കണു. ഹരിഭക്തിയില്ലാത്തവരും വലിയ അഹങ്കാരമുള്ളവരും ആത്മപ്രശംസ ചെയ്യുന്നവരും ഷഡന്മാരും സാധുജനങ്ങളെ നിന്ദിക്കുന്നവരും ആരുടെ ദർശന സ്പർശങ്ങളാണോ പരിശുദ്ധരാവുന്നത്, ആര് മുങ്ങിക്കുളിക്കുന്നത് കൊണ്ടാണോ സർവ്വതീർത്ഥങ്ങളും പരിശുദ്ധമായി തീരുന്നത്, ആരുടെ രജസ് കൊണ്ടാണോ, പാദോദകം കൊണ്ടാണോ ഈ ഭൂമി പരിശുദ്ധമാകുന്നത്, ആരുടെ സന്ദർശനവും സ്പർശനവുമാണോ ഭാരതത്തിലുള്ളവർ ആഗ്രഹിക്കുന്നത്,
ആ വൈഷ്ണവ ഭക്തന്മാരുടെ സമാഗമമാണ് എവർക്കും പരമമായിട്ടുള്ള ലാഭം. അല്ലാതെ ജലമയങ്ങളായ തീർത്ഥങ്ങളോ മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ ദേവന്മാരോ അല്ല. നഹി അമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാതേ പുനന്ത്യുരുകാലേന വിഷ്ണു ഭക്താക്ഷണാദഹോ. ഏതാണ്ട് അവസാനത്തെ 2 പദങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് ഏകാദശ സ്കന്ധത്തിലും ഭഗവാൻ ഉദ്ധവോപദേശം കൊടുക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട്. വിഷ്ണുഭക്തന്മാരെ ക്ഷണം നേരം കൊണ്ട് പാപികളെ പരിശുദ്ധരാക്കുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ എന്താണ്? കാരണം ഇത്രയും മഹാപാതകം ചെയ്തവരെ അവർക്ക് ഒരു ദർശന മാത്രയിൽ തന്നെ, സ്പർശന മാത്രയിൽ തന്നെ അവരുടെ പാപങ്ങളെല്ലാം ഹരിച്ച് പാപമുക്തരായിട്ട് അവർക്ക് വിഷ്ണുപ്രാപ്തി കിട്ടണോ, മോക്ഷപ്രാപ്തി കിട്ടണോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ആ ഭക്തന്മാരാ മഹാത്മാക്കള് അവരുടെ മഹാത്മ്യം എന്തായിരിക്കും അല്ലേ? അതാണ് ഇവിടെ ചോദിച്ചത്. ഉത്തരമായിട്ട് ഭഗവാൻ പറയാൻ തുടങ്ങണോ. ഭക്താനാം ലക്ഷ്മണം ലക്ഷ്മി ലക്ഷണം ലക്ഷ്മി ഗൂഢം ശ്രുതിപുരാണയോഹോ പുണ്യസ്വരൂപം പാഭഗ്നം സുഖദം മുക്തിദം ഭുക്തിമുക്തിദം. ഹേ ലക്ഷ്മി, ഭക്തലക്ഷണം ശ്രുതികളിൽ, വേദങ്ങളിലും പുരാണങ്ങളിലും നിഗൂഢമാണ്. അത് പുണ്യസ്വരൂപവും പാപനാശകവും സുഖപ്രദവും മുക്തിപ്രദവും ആകുന്നു. ഭുക്തി എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലുള്ള സുഖങ്ങൾ, അതിനെ ഭുക്തി എന്ന് പറയും. പരലോകത്തിൽ പോയാൽ ഭഗവാന്റെ അടുത്തിരിക്കുന്ന ആ പദത്തിനെ മുക്തി എന്ന് പറയും. സാരഭൂതവും ഗോപ്യവുമാണത്. ഖലന്മാരോടത് പറയുകയോ അവരെ ശ്രവിപ്പിക്കുകയോ ചെയ്യരുത്. നീ പരിശുദ്ധയും പ്രാണന് തുല്യമായതുകൊണ്ട് നിന്നോട് ഞാനത് ആ രഹസ്യം പറയാം, കേട്ടോളൂ എന്ന് പറയാണ്. ഗുരുമുഖത്ത് നിന്ന് വിഷ്ണുമന്ത്രം ആരുടെ ശ്രവണപുടങ്ങളിലാണോ വീണിട്ടുള്ളത് അവർ പരിശുദ്ധനും ഉത്തമനുമായ മനുഷ്യനാണ് എന്ന് വേദങ്ങൾ പറയുന്നു. അവന്റെ ജനനം കൊണ്ട് തന്നെ 100 തലമുറക്കാർ പോലും അവർ സ്വർഗത്തിലോ നരകത്തിലോ ആയിക്കോട്ടെ മുക്തരായി തീരുന്നു. അവർ ഏത് ജീവികളായി ജനിച്ചാലും എവിടെയായിരുന്നാലും പരിശുദ്ധരും ജീവൻ മുക്തരുമായി കാലക്രമത്തിൽ ഹരിയുടെ പാദം പ്രാപിക്കുമെന്നുള്ളത് തീർച്ചയാണ്. എന്നിൽ ഭക്തിയുള്ള മനുഷ്യൻ എൻ്റെ ഗുണഗണങ്ങൾ ഉൾക്കൊണ്ട് മുക്തനായിത്തീരും. എൻ്റെ ഗുണങ്ങൾക്ക് വിധേയനായി വർത്തിക്കുന്നവനും എൻ്റെ ഗുണഗണാദികൾ സദാ ആവേശം കൊള്ളുന്നവനും എൻ്റെ ഗുണങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ആനന്ദത്താൽ കോൾമയിര് കൊണ്ട് കണ്ണുനീര് നിറഞ്ഞ ഗൽഗതകണ്ഠനായി തന്നെ വിസ്മരിക്കും. അവൻ സുഖമോ മുക്തിയോ സാലോക്യാദി 4 ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മത്വമോ അമരത്വമോ എൻ്റെ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സേവനത്തിൽ മാത്രമാണ് അവരാഗ്രഹിക്കുന്നുള്ളൂ. ഇന്ദ്രത്വം, മനുത്വം, ബ്രഹ്മത്വം വരെ വളരെ ദുർലഭമായിട്ടുള്ള സ്വർഗ രാജ്യാദി ഭോഗങ്ങൾ അവർ സ്വപ്നത്തിൽ പോലും എൻ്റെ ഭക്തന്മാർ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഗുണകഥകൾ കേൾക്കുക, മധുരമായി പാടുക ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവർ ഭാരതത്തിലെങ്ങും ചുറ്റി നടക്കും. അത്തരം ജന്മം വളരെ ദുർലഭമാണ്. അവർ ഭൂമി, മനുഷ്യൻ, തീർത്ഥം, ക്ഷേത്രം എന്നിവയെ പരിശുദ്ധമാക്കിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്മി, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി നിനക്കിഷ്ടം പോലെ ചെയ്യാം എന്ന് മഹാവിഷ്ണു ഇതാ ലക്ഷ്മിക്ക് കൊടുക്കുന്ന മറുപടികളോടുകൂടിയിട്ട് ഇവിടെ 7ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഭാഗവതത്തിലും പല സ്ഥലങ്ങളിലൊക്കെ ഇത് വരുന്നുണ്ട്. ആദ്യമായിട്ട് 3ാം സ്കന്ധം കാപിലേയം പറയുന്ന സമയത്ത് ഭാഗവത മഹാപുരാണത്തിലെ ദേവഹൂതി മാതാവിനെ കപിലവാസുദേവൻ സാധുജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. അതേമാതിരി തന്നെ ഏകാദശത്തിലെ നിമി നവയോഗി സംവാദം വരുന്ന സമയത്ത്
ഉത്തമഭക്തൻ, മധ്യമഭക്തൻ, പ്രാകൃതഭക്തന്മാരെക്കുറിച്ച് നവയോഗികള് നിമിക്ക് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഭഗവാൻ ഉദ്ധവർക്ക് ഭാഗവതം ഉപദേശിക്കുന്ന സമയത്തും ആ ഭക്തന്മാരുടെ മഹിമകളെക്കുറിച്ച് അവിടെ എടുത്ത് വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി 7-ാമത്തെ അധ്യായം സമാപിക്കുന്നു. നാളെ മുതൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. മഹാദേവ്യേ നമഃ. ശ്രീ സദ്ഗുരുഭ്യോ നമഃ.